കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല ഞാൻ. അമ്മയായിരുന്നു എന്നും അഭയം. എന്നിട്ടോ ആ അമ്മ തന്നെ എന്നെ തള്ളി പറഞ്ഞു. അവകാശമില്ലാത്ത മുതലിൽ കൈവയ്ക്കരുതെന്നുള്ള പാഠം അന്ന് പഠിച്ചതാ. അവതാരങ്ങൾ ഇനി വിഷ്ണു സ്വീകരിക്കില്ലമ്മേ. ഈ പണത്തിന് അമ്മ എന്നെങ്കിലും കണക്ക് ചോദിച്ചാ മൊഴിമുട്ടി നിൽക്കേണ്ടി വരും എനിക്ക്. വിഷ്ണു, അച്ഛൻ ക്ഷമിക്കണം. അച്ഛനതിൽ ഇടപെടരുത്, ഇടപെടില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. എടാ, അഹങ്കാരവും ധിക്കാരവും എത്ര വേണമെങ്കിലും ആവാൻ നിനക്ക്. പക്ഷേ 30ന്റെ അല്ല, 3 പവന്റെ കണക്ക് പറഞ്ഞ് ഇനി ആരും വരാൻ പാടില്ല. സത്യഭാമയുടെ വീട്ടു പഠിക്കൽ എനിക്ക് അതിന്റെ കുറച്ചിൽ. ഇനി ആരും വരില്ലമ്മേ. പിന്നെ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും നീ ഇത്രയും പണം? ഞാൻ ഉണ്ടാക്കുമേ, എന്റെ സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട്. 12-13 ലക്ഷം രൂപ നീ ഉണ്ടാക്കും അല്ലേ? ഞാൻ ഉണ്ടാക്കുമേ. അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ തന്നെ വന്നവരല്ലേ? ജനിച്ചു വീണപ്പോ പണപ്പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കയ്യില്. അമ്മ ഇതെന്റെ അഹങ്കാരമായിട്ട് കരുതണ്ട. ആത്മവിശ്വാസവും ആത്മാഭിമാനവും വേറെയാണമ്മേ. വിഷ്ണുവേട്ടൻ ഇനി ജോലിക്ക് പോകാനാണോ ആന്റി തീരുമാനം? അവൻ എവിടെ കിട്ടാനാ ജോലി? അവന് ഞാൻ കൊടുക്കുന്നുണ്ട് പണി. കഷായത്തില് വിഷം ചേർത്ത് കൊടുത്ത് കാമുകനെ കൊന്നെന്ന് എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നേ? ചൊല്ലും വിളിയും കൊടുത്ത് പെമ്മക്കളെ വളർത്തുന്ന ശങ്കരേട്ടാ. അല്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. എത്രയായി? ഇറങ്ങുന്നില്ലേ? ഇനി അതിനകത്ത് കുത്തിയിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങണേ, ഇങ്ങോട്ട്. അമ്മേ, സത്യമ്മ എന്തിനമ്മ വിളിച്ചേ? വല്യേച്ചി എങ്ങനെ അമ്മയുടെ കൂടെ? നിന്റെ വല്യേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ അടിച്ചു പുറത്താക്കി. അമ്മയും അമ്മാവനും മനസ്സ് തുറന്ന് മരുമകളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലേ രാജീവ് സാർ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? അതെ. സാറ് നമ്മളോട് നുണ പറഞ്ഞതാ. അമ്മയെ നോക്കാനുള്ള ഹോം നഴ്സിന്റെ വേഷമായിരുന്നു ഇവക്കവിടെ. കൂട്ടത്തിൽ വീട്ടിലെ വിഴുപ്പ് അലക്കലും അഴുക്ക് തുടക്കലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നാൽ ഒരു ദിവസം എല്ലാം നേരെയാവുമെന്ന് കരുതി ഉള്ളില് നീറ്റിൽ അടക്കമായിരുന്നു. ഇപ്പോ എന്തുണ്ടായമ്മേ? എന്തുണ്ടായെന്നോ? മകനും മരുമകളും കൂടിയേ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നെന്ന് വിജയലക്ഷ്മി തിരിച്ചറിഞ്ഞു. മരുമകളെന്ന് പറയാൻ വയ്യ. ഏതോ അമ്പലത്തിൽ വെച്ച് ലോകത്താരും അറിയാതെ കെട്ടിയ താലി വിജയലക്ഷ്മി അംഗീകരിക്കോ? ഒടുവിൽ 30 പവൻ പൊന്ന് നൽകാതെ ശാരദാമ്മ കബളിപ്പിച്ചു എന്നും പറഞ്ഞ് സത്യഭാമയ്ക്ക് മുന്നിൽ പരാതിയും. എന്നെ നിന്റെ കുഞ്ഞേച്ചി അപമാനിക്കാൻ ഒരവസരം നോക്കിയിരിക്കുന്ന സത്യഭാമ അത് വിടുവോ? എന്റെ നിന്റെ കുഞ്ഞേച്ചിയുടെ തൊലി ഉരിച്ചു. നിന്റെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടനെ സത്യഭാമയുടെ കയ്യിൽ നിന്ന് ഒരു അടിയും വാങ്ങിച്ചു കൊടുത്തു ഇവള്. എല്ലാം ഇവള് ഒറ്റ വ്യക്തി കാരണം.
നിക്കുന്ന കണ്ടില്ലേ? ശാരദാമ്മേ, അകത്ത് പോയി സംസാരിക്കാം, ആൾക്കാർ കേൾക്കുന്നു. ആൾക്കാർ കേട്ടാലെന്താ? ഇനി ആരും അറിയാനും കേൾക്കാനും ഒന്നുമില്ല. ഭൂമിയോളം താഴ്ന്നു കൊടുക്കുന്നവളാ ഈ ശാരദ. മക്കളുടെ ഗുണം കാരണം അവിടെ നിന്ന് താഴേക്ക് ചവിട്ടി താഴ്ത്തുക ആൾക്കാര്. അമ്മേ വല്യേച്ചി എന്ത് ചെയ്തുന്നാ? ഇടി പെണ്ണുങ്ങളായ അടക്കം ഒതുക്കവും വേണം. കണ്ണി കാണുന്നവനെ മുന്നിൽ നാണിച്ചു നിൽക്കാനും മരം ചുറ്റാനും പോയാ ഇങ്ങനെ ഇരിക്കും അവസാനം. ഇവളുടെ ഈ പ്രേമത്തിന്നാ ഈ കുടുംബത്തിന്റെ തകർച്ച തുടങ്ങുന്നത്. ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയാ ശാലിനി അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് സമ്മതം മൂളിയത്. രണ്ട് വീട്ടുകാരും കൂടി അന്തസ്സായി നടത്തി കൊടുത്തേനെ ഇവളുടെ കല്യാണം. അതിനിടയിൽ ഒളിച്ചുള്ള കല്യാണം, ഹോം നേഴ്സിന്റെ വേഷം കെട്ടലും. മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് കരുതിയോടി. ഇടി നിന്നോടാ. ശാരദാമ്മ മതി. അതല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന പുരുഷന് താലി കെട്ടി പെണ്ണിനെ മാറ്റി നിർത്തി ഇതെന്റെ ഭാര്യയാണെന്നും തൊട്ടുപോരുതെന്നും പറയാനുള്ള അന്തസ്സും ആണത്തും വേണം. അങ്ങനെയുള്ളവരെ നോക്കി വേണം ഇടി കല്യാണം കഴിക്കാൻ. കണ്ണുരുട്ടി നോക്കണ്ട. നിന്നെ പോലൊരു പാഴ് ജന്മം എന്റെ വയറ്റിൽ തന്നെ വന്ന് കുരുത്തല്ലോ. ഇടി എത്ര പേരെയാടി നീ സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്തത്. ഇതിലും ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്ക്? അമ്മേ ശാരികമോളെ കൂട്ടിക്കൊണ്ട് അകത്തുപോയി ശാരദാമ്മേ. വാ വല്യേച്ചി. ആ എടാ കമല എവിടെയായാലും മതി. എടാ, എന്തു ജോലിയും ചെയ്യാം, നീ നോക്ക്. ആ നീ അന്വേഷിച്ച് വിവരം പറ. ആ ശരി. ഇതാരെയാ? എന്നെ കാണിക്കാനാണോ? എന്ത്? ഈ തൊഴിലന്വേഷണം ആരെയും കാണിക്കാനൊന്നുമല്ല, ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ട് തന്നെയാ. ഇയാളിനി ജോലി ചെയ്തിട്ടാ ശാരികേച്ചിയുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നത്. 30 പവനെന്ന് പറഞ്ഞാലേ
1, 2 അല്ല, 10-12 ലക്ഷം രൂപയാ. അല്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ശ്രമിച്ചു നോക്കട്ടേന്ന്. അത്രയും പണം ഉണ്ടാക്കണമെങ്കിലേ ഇയാൾക്ക് ലോട്ടറി അടിക്കണം. ഇതിലും ഭേദം ചേച്ചി കല്യാണം കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. ഇതിപ്പോ ഭാര്യന്നൊരു ലേബലും കഴുത്തിലൊരു താലിമാലയും ഉണ്ടെന്ന് മാത്രം. അത് പലർക്കും അങ്ങനെ തന്നെയാണല്ലോ. അത് എന്നെ ഉദ്ദേശിച്ചല്ലേ ഇയാള് പറഞ്ഞത്? ഞാൻ ആരും ഉദ്ദേശിച്ചില്ല. ഞാൻ അതിൽ കയറി പിടിക്കണ്ട. നമ്മള് തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലെങ്കിലേ അതിന്റെ കാരണം ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് തന്നെ ശാരികേച്ചിക്ക് വേണ്ടിയാ. അതും ഇയാള് കുട്ടിച്ചോറാക്കി കൈ തന്നല്ലോ. ശാരികേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ പെണ്ണെന്തിനാ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? അതെ, ഇയാളിങ്ങനെ അസ്ത്രം തുറക്കുന്ന പോലെ ചോദിച്ചോണ്ടിരിക്കണ്ട. ഞാൻ അതിനൊരു പോം വഴി നോക്കിക്കൊണ്ടിരിക്കുക. പോം വഴി നോക്കുന്നു. ആൾക്കാരെ വിരട്ടി പലിശ പിരിക്കാനല്ലാതെ ഇയാൾക്ക് എന്തെങ്കിലും അറിയോ? ദേഹം അനങ്ങി ഒരു ജോലി ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഞാൻ അമ്മ എന്ന പണം സ്വീകരിക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. ശാരികേച്ചിയുടെ വിവാഹ ദിവസം ഇയാൾ ഇവിടുന്ന് പണം എടുത്ത് തരാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. സത്യഭാമയുടെ പണം, അത് കാക്കുന്ന കാവൽ നായ. അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പോലും എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. എന്റെ ഭർത്താവ് സ്വന്തമായി ഒരു ജോലി ചെയ്തെങ്കിലെന്ന് 1000 വട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ ഇയാൾ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നേ? കുറ്റം പറഞ്ഞതല്ല, ഇയാളെ കൊണ്ടതിന് സാധിക്കില്ല എന്ന് പറഞ്ഞതാ. അത് ഇയാള് തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ശരി, എങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് 1000 രൂപ ഉണ്ടാക്കിക്കൊണ്ടുവാ ആദ്യം. അപ്പം ഞാൻ വിശ്വസിക്കാം. ശരി, ഏറ്റിരിക്കുന്നു. ഓവ്, ജോലി ചെയ്യുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. ഇയാള് ശരിക്കൊന്നും വേണ്ട. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല ഞാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു വാശി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാ. പണം ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞത് ഇത്തിരി കടന്നു പോയില്ലേ? എന്നാലും വേണ്ടായിരുന്നു. കിട്ടിയ ഒരു ഭാര്യയുടെ അവകാശങ്ങളൊന്നും ചോദിക്കുന്നില്ല ഞാൻ. സാറിന് ദൂരെ നിന്നെങ്കിലും ഇങ്ങനെയൊക്കെ കാണാനും സാറിന് വെച്ച് വിളമ്പി തരാനുള്ള ഈ സ്വാതന്ത്ര്യവും ഇതെനിക്ക് നിഷേധിക്കല്ലേ സാർ? എന്നെ ഉപേക്ഷിച്ച് കളയരുത്, അല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ ആ തലവേദന തീർന്നു. അവനിനി ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ രാജീവേ? നീ സാക്ഷിയായിരുന്നല്ലോ. അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മാവ. അവൾ എന്റെ ഭാര്യയാണ്. ഒരു വിവാഹം കഴിച്ചിട്ടില്ലാത്ത അമ്മാവന് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നാലേ ഞാനും ഒരു ഭാര്യയായിരുന്നടാ. ഭാര്യ എന്ന് പറഞ്ഞാലേ ഇരു വീട്ടുകാരുടെ സമ്മതത്തില് 4 ആളറിയെ ഒരു പുരുഷൻ കൈപിടിക്കുന്ന ബന്ധ. അല്ലാതെ ഇരുളിലും മറവിലും നിന്ന്
ഒരാണും പെണ്ണും കൂടി കഴുത്തിലൊരു ചരട് കെട്ടിയാ അതിന് വാഴനാരിന്റെ ഉറപ്പേ ഉണ്ടാവൂ. ആ ബന്ധത്തെ ഒന്നും ഭാര്യയെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാൽ കാശിന് പ്രയോജനമില്ലാത്തവളെ നീ അങ്ങ് കളഞ്ഞേക്ക്. അമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ അവിടെ നിൽക്കേ. ബാക്കി ശാരിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അയ്യോ അമ്മേ, വിജയലക്ഷ്മി, നെഞ്ച് അയ്യോ വേദനിക്കുന്നു. അയ്യോ ഇരിക്കെ, ഷോടി ചേട്ടാ. ഇരിക്കെ. എന്താ പറ്റി? എന്താ? അയ്യോ എനിക്ക് വയ്യ. അവക്ക് എന്തോ പറ്റി. എന്താ അമ്മേ? അയ്യോ എന്താന്ന്? നെഞ്ചിന് ചൂട് കുത്തുന്ന പോലെ അയ്യോ വേദന. വിജയ്, അറ്റാക്ക് വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു. അമ്മ വന്നേ, ഹോസ്പിറ്റലിൽ പോ. വേണ്ട, നമുക്ക് ഡോക്ടറെ കാണാം. അത്രയൊന്നുമില്ല. വിജയ് എനിക്കൊന്ന് കിടന്നാ മതി. എണീക്ക്. അയ്യോ എന്നാ അമ്മ വാ, കിടക്കാം വാ. വേണ്ട, പതുക്കെ. നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നീ പോയിക്കോ, എന്നെ നോക്കണ്ട. എന്റെ അമ്മ, ഞാൻ പറയുന്നത് കേക്ക്. വിജയ് പോയിക്കോടാ, പോയിക്കോ. അയ്യോ വിജയ്, ഇല്ല, ഞാൻ എവിടേക്കും പോകുന്നില്ല. വയ്യാന്നാ തോന്നുന്നേ. അമ്മ വന്നേ, ഹോസ്പിറ്റലിൽ പോ. എണീക്ക്. അമ്മ വന്നേ, എണീക്ക്. അയ്യോ പതുക്കെ വാ. അയ്യോ എണീക്ക്. അമ്മ പറയുന്നേക്കമ്മ, വാമേ. വിജയ് നീ എണീക്ക്. ഞാൻ എവിടേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ ഒന്ന് പിടിച്ചേ. എഴുന്നേൽക്ക് വിജയ്. അമ്മ വാമേ, അമ്മ ഒന്ന് വാ. എഴുന്നേൽക്ക്. വാ, എണീക്ക്. വാ. പതിയെ. അമ്മേ, അയ്യോ അമ്മേ, പതി, വയ്യ. അയ്യോ അച്ഛനെ പണിയൊന്നും ശരിയായില്ല. നീ കാര്യം പറയ്. അച്ഛന് വേണ്ടി ജോലി അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ട് ഒഴിവുള്ള സ്ഥലങ്ങൾ കുറവ് ആശാനെ. ഉള്ളിടത്താണെങ്കിൽ ആശാന് തരം ജോലികളില്ല. മനസ്സിലായില്ല. സത്യഭാമയുടെ മകന് കൊടുക്കാൻ എവിടെയും ജോലിയില്ല ആശാനെ. ജോലി കൊടുത്ത സത്യം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്ന് അവർക്ക് പേടി. അല്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. പലയിടത്തും സത്യാമ്മ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആശാന് ജോലി കൊടുക്കരുതെന്ന്. ആശാനെ കൊണ്ട് ഞാൻ ഈ പണം ഒന്ന് ശാലിക്ക് കൊടുത്തോട്ടമ്മേ. അത് കൊടുത്ത് നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാം. എന്ത് അധികാരത്തിലാ നീ ഈ പണം അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് വന്നത്? അമ്മേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇത്. എന്റെ ചോരയും വിയർപ്പും. ആന്റി പറഞ്ഞത് മനസ്സിലായില്ലേ? ATM-ലെ സെക്യൂരിറ്റി അതിനുള്ളിലെ പണത്തിന്റെ മുതലാളി അല്ലാന്ന്. ചുരുക്കി പറഞ്ഞ ഒരു കാവൽ നായ. സത്യഭാമയുടെ പണം അത് കാക്കുന്ന കാവൽ നായ. അതിനുശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. ആശാനെ ആ ചുമട് എടുക്കടാ. അതുകൊണ്ടെങ്കിലും എന്റെ മനസ്സിലുള്ള ചുമടൊന്ന് താഴ്ത്തി വെക്കാം. ആശാനെ കാര്യമായിട്ട് എന്നോട് പറഞ്ഞേ. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ആ ജോലി ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചതാ. എന്നാലും ആശാനെ എടാ, ഇനിയിപ്പോ നിന്നോട് യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എനിക്ക്. ആശാൻ ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്തമാനെന്ന് പറയല്ലേ. ആശാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം ഞാൻ. ആശാന് പണത്തിന് ആവശ്യമെങ്കിൽ ഞാനും ദാസനൊക്കെ ചെയ്തോളാം ജോലി.
കൃത്യമായി പണം ഇവിടെ എത്തിക്കുകയും ചെയ്യാം. വേണ്ട, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതിന്റെ വിലയൊന്നും വേറെടാ. നീ ഇപ്പോ മറ്റൊന്നും ആലോചിക്കണ്ട. സത്യഭാമയുടെ മകനായിട്ടൊന്നുമില്ല, ഇനിയെങ്കിലും വിഷ്ണുവായിട്ട് ജീവിക്കണോടാ. നീ എനിക്ക് പറ്റുമെങ്കിൽ ജോലി ഒന്ന് സംഘടിപ്പിച്ചതാ. ശരി ആശാനെ. ശരി, നീ വിട്ടോ. വിഷ്ണു, എന്താ സാർ? വീൽ ചെയറിലായി പോയതുകൊണ്ട് അച്ഛൻ കല്ലോ തടിയോ പോലുള്ള വസ്തുവല്ലോ ആണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മോന്? അച്ഛനെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ പലതും നടക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ നീ ജോലി അന്വേഷിച്ച് നടക്കുന്നത് തന്നെ അതുകൊണ്ടല്ലേ? അല്ല സാർ, അത് അന്നു നീ ശാലിനിക്ക് പണം എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോ ഭാമ തടഞ്ഞു. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല നിന്റെ മനസ്സില്, അല്ലേ? ഏയ്, മുറിവൊന്നുമല്ല അച്ഛാ, ഒരു തിരിച്ചറിവ്, അത്രയേ ഉള്ളൂ. മോനെ, ശാരികയുടെ സേവന പണത്തിന്റെ ബാക്കി ബാധ്യത തീർക്കാനാണെങ്കിൽ അച്ഛൻ തരാൻ പണം അത്രയ്ക്കൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള പണം. ധിക്കാരാണെന്ന് വിചാരിക്കരുത്. ഈ പണം എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ചുവടെടുത്തും കൂലിപ്പണി ചെയ്തും ഒക്കെ എത്ര കാലം കൊണ്ടാ മോനെ ആ പണം? ഞാനൊന്ന് നോക്കട്ടെ അച്ഛാ. ആത്മവിശ്വാസം നല്ലതാ. 17-ാം വയസ്സിൽ ഒരു 50 രൂപയും കൊണ്ട് അങ്ങാടിയിൽ കച്ചവടത്തിനിറങ്ങിയതാ രാഘവൻ നായര്. പയ്യനായതുകൊണ്ട് പലരും പറ്റിക്കാൻ നോക്കി. വീഴുമ്പോഴെല്ലാം എഴുന്നേക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. ആ വാശിയുടെ മുകളിലാ നമ്മളിന്ന് ചവിട്ടി നിൽക്കുന്ന ഈ വീടടക്കം എല്ലാം ഉണ്ടായത്. അച്ഛാ, അച്ഛന് കുറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട്. ഇല്ല മോനെ, നീ എവിടെങ്കിലും കൂലിപ്പണി എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടാലും അച്ഛൻ അഭിമാനത്തോടെ പറയും, എന്റെ മോനാതെന്ന്.